ബിഗ് ബോസ് മലയാളം സീസൺ 5 വിജയിയും നിലവിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സജീവവുമായ വ്യക്തിയാണ് അഖിൽ മാരാർ. എന്നാൽ ബിഗ് ബോസ് വിജയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പും നിരീക്ഷണങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി മുതിർന്ന സംവിധായകൻ ആലപ്പി അഷ്റഫ് അഖിൽ മാരാരുടെ നിലപാടുകളെയും രാഷ്ട്രീയ മാറ്റങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. അഖിൽ മാരാർ എന്ന വ്യക്തിയുടെ നിലപാടുകളിലെ വൈരുദ്ധ്യത്തെയും സ്ഥിരതയില്ലായ്മയെയും സംവിധായകൻ ആലപ്പി അഷ്റഫ് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട അഖിലിന്റെ പഴയ നിലപാടുകളോടാണ്. മുൻപ് ബിഗ് ബോസ് എന്ന പരിപാടിയെ അങ്ങേയറ്റം പുച്ഛത്തോടെ കണ്ടിരുന്ന അഖിൽ ആ ഷോയെ ലുലു മാളിൽ പോയി തുണിയുരിയുന്നതിനോടായിരുന്നു ഉപമിച്ചിരുന്നത്. എന്നാൽ കാലം മാറിയപ്പോൾ അതേ ഷോയിൽ തന്നെ മത്സരാർത്ഥിയായി എത്തുകയും ഒടുവിൽ വിജയിയായി മാറുകയും ചെയ്തതിലെ വൈരുദ്ധ്യം ആലപ്പി അഷ്റഫ് എടുത്തു പറയുന്നു. അഖിലിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിലെ ആദ്യത്തെ വലിയ നിലപാട് മാറ്റം ഇതാണെന്ന് സംവിധായകൻ വിലയിരുത്തുന്നു. അഖിലിന്റെ ഈ സ്വഭാവത്തെ വിശേഷിപ്പിക്കാൻ നടൻ രമേശ് പിഷാരടി പണ്ട് പറഞ്ഞ വാക്കുകളാണ് അഷ്റഫ് കടമെടുക്കുന്നത്. നേരം വെളുക്കുമ്പോൾ പറയുന്നതല്ല, ഉച്ചയാകുമ്പോൾ അയാളുടെ നിലപാട് എന്ന വരികൾ അഖിൽ മാരാർക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. പ്രശസ്തിക്കും പണത്തിനും വേണ്ടി തന്റെ മുൻകാല അഭിപ്രായങ്ങളെ സൗകര്യപൂർവ്വം മറക്കുന്ന പ്രവണതയാണ് അഖിൽ കാണിക്കുന്നതെന്നും ഇത് വായനക്കാരെയും സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ആലപ്പി അഷ്റഫ് തന്റെ വിമർശനത്തിലൂടെ സമർത്ഥിക്കുന്നു. അഖിൽ മാരാർ തന്റെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നേടിയ വിജയത്തെ സംവിധായകൻ ആലപ്പി അഷ്റഫ് അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും ആ വിജയത്തിന് ശേഷം അഖിലിലുണ്ടായ സ്വഭാവ മാറ്റങ്ങളെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഒരു കാലത്ത് തെരുവിൽ നാരങ്ങ കച്ചവടം നടത്തിയിരുന്ന ഒരാൾ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ വാഹന EMI അടയ്ക്കുന്ന നിലയിലേക്ക് സാമ്പത്തികമായി വളർന്നത് തീർച്ചയായും അത്ഭുതകരമായ നേട്ടമാണ്. എന്നാൽ കയ്യിൽ പണമുണ്ടെങ്കിൽ താൻ കാട്ടിക്കൂട്ടുന്ന എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയുന്ന ഏത് അബദ്ധവും സമൂഹം കണ്ണടച്ച് അംഗീകരിക്കുമെന്നൊരു തെറ്റായ ധാരണയിലാണ് അഖിൽ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അഷ്റഫ് ആരോപിക്കുന്നു. തന്റെ പ്രതിമാസ ചെലവ് 3 ലക്ഷം രൂപയാണെന്നും ലക്ഷങ്ങൾ EMI ഇനത്തിൽ മാത്രം നൽകുന്നുണ്ടെന്നും പരസ്യമായി വിളിച്ചു പറയുന്നതിനെ അങ്ങേയറ്റം പുച്ഛത്തോടെയാണ് സംവിധായകൻ കാണുന്നത്. ഇത്തരം പ്രസ്താവനകൾ അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കുട പിടിക്കും എന്ന പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിലെ ട്രോളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അഖിലിന്റെ ഈ പ്രവണത പണത്തോടുള്ള അമിതമായ ആർത്തിയുടെയും അഹങ്കാരത്തിന്റെയും ലക്ഷണമാണെന്ന് അദ്ദേഹം തന്റെ വിമർശനത്തിലൂടെ പറയുന്നു. അഖിൽ മാരാരുടെ രാഷ്ട്രീയ പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട കളംമാറ്റങ്ങളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം മോഹിച്ചിരുന്ന അഖിൽ ആ മോഹം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് NDA പാളയത്തിലേക്ക് ചേക്കേറിയതെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് നിരീക്ഷിക്കുന്നു. ഈ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നാലെ തന്നെ വിമർശിക്കുന്നവരെയെല്ലാം തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തുന്ന ഒരു പുതിയ പ്രവണത അഖിൽ ആരംഭിച്ചതായും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. തന്റെ പൊള്ളത്തരങ്ങളെയും കള്ളത്തരങ്ങളെയും യുക്തിപൂർവ്വം തുറന്നു കാട്ടുന്നവരെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന ശരിയാണോ എന്ന് ചോദിക്കുന്ന ആലപ്പി അഷ്റഫ് വിമർശിക്കുന്നവരെല്ലാം തീവ്രവാദികളാണോ എന്ന പ്രസക്തമായ ചോദ്യം അഖിലിന് നേരെ ഉയർത്തുകയും ചെയ്യുന്നു. അഖിൽ മാരാരുടെ ഈ നിലപാടില്ലായ്മയെയും രാഷ്ട്രീയ അവസരവാദത്തെയും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അഖിൽ മാരാർ തന്നെ സർവ്വവിജ്ഞാനകോശം എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനോ സ്വന്തം തെറ്റുകൾ തിരുത്താനോ അദ്ദേഹം ഒരിക്കലും തയ്യാറാകുന്നില്ലെന്ന് ആലപ്പി അഷ്റഫ് വിമർശിക്കുന്നു. സമൂഹത്തിൽ ഭിന്നിപ്പും അരാജകത്വവും സൃഷ്ടിച്ചുകൊണ്ട് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്ന തന്ത്രമാണ് അഖിൽ പയറ്റുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തന്റെ നിലപാടുകളിൽ മാത്രമാണ് ശരിയെന്ന വാശിയിൽ മുന്നോട്ടു പോകുന്ന അഖിലിന്റെ മോശമായ പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതി ഇറങ്ങിക്കയറാൻ മാത്രമേ സമയം കാണൂ എന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു. അഹങ്കാരവും വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള വ്യഗ്രതയും അഖിലിനെ ഒരു വികലമായ മാതൃകയാക്കി മാറ്റുകയാണെന്നാണ് സംവിധായകന്റെ പക്ഷം. അഖിൽ മാരാർ എന്ന വ്യക്തിയുടെ പ്രശസ്തിയും അദ്ദേഹം നേരിടുന്ന കടുത്ത വിമർശനങ്ങളും തമ്മിലുള്ള പോരാട്ടം കേരളക്കരയിൽ സജീവമായി തുടരുകയാണ്. ബിഗ് ബോസ് എന്ന പരിമിതമായ വേദിയിൽ നിന്ന് രാഷ്ട്രീയത്തിന്റെ വിശാലമായ തട്ടകത്തിലേക്ക് അദ്ദേഹം ചുവടുവെക്കുമ്പോൾ തന്റെ മുൻകാല നിലപാടുകളും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നു. സംവിധായകൻ ആലപ്പി അഷ്റഫിനെ പോലുള്ളവർ ഉയർത്തുന്ന വിമർശനങ്ങൾ അഖിലിന്റെ നിലപാടില്ലായ്മയെയും സാമ്പത്തിക അഹങ്കാരത്തെയും വിരൽ ചൂണ്ടുന്നതാണ്. എങ്കിലും തന്നെ പിന്തുടരുന്ന വലിയൊരു വിഭാഗം ആരാധകർക്ക് അഖിൽ മാരാർ ഇപ്പോഴും പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്റെ രാഷ്ട്രീയ മാറ്റങ്ങളും വിവാദ പ്രസ്താവനകളും വോട്ടർമാർക്കിടയിൽ എങ്ങനെയുള്ള സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.